ഗൈസ് നമ്മുടെ വീട് ഞാൻ നോക്കിക്കൊണ്ട് ഓടി വന്നൊരാള് ദാ കിടക്കുന്നത് അത് മലന്ന് നമ്മളിപ്പോ കിടക്കുന്നത് നമ്മുടെ ഇതെങ്കിലും ഒന്ന് ഓ പാടാ. അങ്ങനെ കുറെ ദിവസങ്ങൾക്ക് ശേഷം പ്രവീൺ പ്രണവിന്റെ ഒരു ടോപ്പിക് എടുത്ത് ചെയ്യുവാണ്. എന്തായാലും ഇത് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ സ്വാഭാവികമായിട്ടും അതിന്റെ താഴെ ചീത്തവിളികൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് കുറെ മാനസിക രോഗികളുണ്ട്. ഇപ്പോഴും നമ്മൾ ഇവരെയൊക്കെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരെന്ന്. കാര്യം ഇവർ തന്നെയാണ് ഇവരുടെയൊക്കെ പേഴ്സണൽ ഇഷ്യൂസ് കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് എന്നിട്ട് റിയാക്ട് ചെയ്ത ആൾക്കാർക്കാണ് ഏറ്റവും വലിയ കുറ്റം. എന്തായാലും ഇന്നലെ പ്രണവ് കൊച്ചുവിന്റെ ഒരു വാഴ വീഡിയോ ഉണ്ടായിരുന്നു. പകരം ഞാനൊരു തെങ്ങ് വെച്ചു, അതിനിട്ടാൻ പറ്റ വീട്ടിലെല്ലാവരുമായിട്ട് വാഴ വെക്കുന്നതായിട്ടുള്ള ഒരു വ്ളോഗായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രവീണിന്റെ പുതിയ വീട് മേടിച്ചതിന്റെ വ്ളോഗ് ഉണ്ടായിരുന്നു. വീട് മേടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും ഇവർ ഈ വാഴ വ്ളോഗ് എന്ന് പറയുന്നൊരു സംഭവം ഇട്ടത്. ഓക്കെ, അത് കാണുമ്പോഴത്തേക്ക് തന്നെ ബുദ്ധിയും ബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല രീതിയിൽ കുത്തി പറയുന്നതാണ്. ശരിക്കും ഈ ഒരു വിഷയത്തിൽ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുവിന്റെ ഭാഗത്തൊന്നും തെളിയിക്കാനായിട്ട് സത്യം പറഞ്ഞാൽ അവരുടെ കയ്യിൽ ഒരു തെളിവും ഇല്ലാതെ ആയിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എന്തായാലും നമുക്ക് ആദ്യം തന്നെ ആ ഒരു വാഴ വ്ളോഗ് ഒന്ന് കണ്ടു നോക്കാം. വാഴ വെച്ചിട്ട് കുറേ ദിവസങ്ങളായി. വാഴ നല്ലോണക്ക് വളർന്നു കേട്ടോ. പിന്നീട് അങ്ങോട്ട് പോവാനായിട്ടൊന്നും പറ്റിയില്ല. അതിന് പറ്റിയൊരു സാഹചര്യം അല്ലായിരുന്നു. വാഴ വെച്ചിട്ട് ആ സൈഡിലോട്ട് പിന്നെ ഞാൻ മൈൻഡേ ചെയ്തിട്ടില്ല. എനിക്ക് വെച്ചപ്പോഴത്തേന് എനിക്ക് വാഴയ്ക്ക് വെള്ളം ഒഴിക്കണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നടന്നില്ല കേട്ടാ. ഇവിടെ അഴിവണോ? ഇത് അഴിവിട്ടേ കൊടുത്തു വരും. അഴിവിയ ഇത് പന്നലാവത്തി ഇവിടെയാണ് അഴിവുന്നത് ചുറ്റും. എന്നിട്ട് ഇതിനകത്ത് പൊഴുപ്പ് വരുന്നത് നേരെ ശക്തിക്ക് വരും. ഈ മുളച്ച വാഴ നമ്മൾ കൊണ്ടുപോയി ഇവിടെ പിടിക്കും. പക്ഷെ പിടിച്ച് അങ്ങോട്ട് കയറി വന്നിട്ട് പിന്നെ ശക്തി കുറവായിരിക്കും. അതെന്ന് കഴിഞ്ഞാൽ പിന്നെ മന്ദഗതിയിൽ അവിടെ ഇരിക്കും. അപ്പൊ വളം ഇട്ട് കൊടുക്കണം, മനസ്സിലായോ? ഇലയൊക്കെ വന്നതിന് ശേഷം മറ്റേ പൊട്ടാസ്യം സൾഫേറ്റ് ഫ്യൂരിസൈഡ് ഒക്കെ എടുത്ത് ഇട്ട് കൊടുത്താൽ പ്രാർത്ഥിക്ക് എല്ലാരും ഇത് നേരെ വരാൻ. മോളെ പ്രാർത്ഥിക്ക് കാര്യമായിട്ട് പറഞ്ഞതാ. പഴം തിന്നാൻ വല്ല പാടുണ്ടോ? ശരിയാ, ഒരു പഴം തിന്നാനായിട്ട് നമുക്ക് എന്തൊരു എളുപ്പോ. ഒരു വാഴ നടാൻ വേണ്ടിട്ട് എന്തൊരു പാടാ. കുഴിയെടുക്കണം, ഈ കന്ന് പോയി മേടിച്ചോണ്ട് വരണം. ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടേച്ചാ. ഈ കന്നില്ലേ, ഇതൊരു വാഴയായിരുന്നല്ലോ. ഈ വാഴ എന്തിനാ വെട്ടിയത്? എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്? ആ വാഴ അവിടെ തന്നെ കിളിച്ചത് വലുതായി പഴമായിട്ട് വരൂലായിരുന്ന? അവർക്കത് ഉണ്ടാക്കി വിറ്റാ പോരെ. അവരെന്തിനാ ഇത് വിൽക്കണം? ഒരു അമ്മ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ മക്കളെ പൊക്കൂടി ബന്ധോ അത് വേർപെടുത്തൂല. പൊക്കിൾക്കൊടി ഇത് തമ്മിൽ എനിക്ക് വലിയ ഇത് തോന്നുന്നില്ല. കാരണം കൊല വെട്ടി വാഴ ഐശ്വര്യമായിട്ട് വെച്ചോളൂ. ഇതെങ്കിലും ഒന്ന് ഓ പാടാ. ആദ്യത്തെ അല്ലേ എന്റെ കന്നി വാഴ ഞാൻ വെച്ച ആദ്യത്തെ വാഴ. എനിക്കൊരു പ്രത്യേക സ്നേഹം തോന്നുന്നു എന്റെ അടുത്ത്. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ വന്ന് നോക്കും. ഇത് കേൾക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല രീതിയിൽ ഊക്കി വിടുന്നുണ്ട്. ആരെയായിരിക്കും നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. കൊച്ചുവിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ പോയി നോക്കണം കേട്ടോ. അവൻ ഒരു റീൽ ഇടാൻ പറ്റാത്ത അവസ്ഥയാണ്. മുഴുവനും വന്ന് തെറി വിളിക്കുവാണ്. എന്തിനാന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ആലോചിക്കുക, ഇതിനൊരു രണ്ട് വശമുണ്ട്. ഒരു സൈഡ് മാത്രമാണ് നിങ്ങൾ കേട്ടിരിക്കുന്നത്. ആ പ്രശ്നം എങ്ങനെയാണ് തുടങ്ങിയെന്നുള്ളതിന്റെ ഒരു തെളിവുകളും ആരും പുറത്തു വിട്ടിട്ടില്ല. ആ വിഷയത്തിന്റെ പകുതി വെച്ചിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ കണ്ടേക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പയ്യനെ പോയി തെറി വിളിക്കുന്നവര് അതും കൂടി ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ചേട്ടൻ അധ്വാനിച്ച് മേടിച്ച വണ്ടിയും കൊണ്ട് കഷ്ടം. ഇത് ബൈക്കിനകത്തിരിക്കുന്ന ഒരു റീലാണ്. അതിന് വന്നൊരു കമന്റാണ്. അതായത് ചേട്ടൻ അധ്വാനിച്ച് മേടിച്ച വണ്ടിക്കകത്ത് കയറിയിരിക്കാൻ നാണമില്ലെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളൊരു സാധനം. കാര്യം ഇത്രയും ബോധമില്ലാത്ത ആൾക്കാർ നമ്മുടെയൊക്കെ നാട്ടിലുണ്ട് എന്ന് ആലോചിക്കുന്നതാണ്. കാര്യം ഇവരുടെ വീഡിയോസ് എടുത്ത് വെച്ച് നോക്കുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് ബേസിക്കലി ഇവരുടെ ആ ഡാൻസ് വീഡിയോസ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അല്ല, ഞാൻ ഇവരുടെ വ്ളോഗോ കാര്യങ്ങളോ ഒന്നും ഞാൻ കാണാത്ത വ്യക്തിയാണ്. പക്ഷേ ഈ ഒരു വിഷയം വന്നപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് എത്രത്തോളം ആൾക്കാരാണ് ഈ ഒരു വിഷയത്തിന് അഡിക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതെന്ന്. അതായത് സ്വന്തം വീട്ടിലൊക്കെ ആ പ്രശ്നങ്ങളല്ല ഇവരാരും നോക്കുന്നത്. ഇവരുടെ വീട്ടിലെ കുടുംബത്തിലെ എന്ത് പ്രശ്നമാണെന്നാണ് ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും എനിക്ക് വളരെ പുച്ഛമാണ് തോന്നുന്നത് അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത്. ബാക്കിയുണ്ടോ വായിക്കാം. ഈ കമന്റ്സ് ഇടുന്നവർ എല്ലാവരും ഒന്ന് ആലോചിക്കണം. രണ്ട് സൈഡും കേട്ടിട്ട് വേണം ഒരാളെ കുറ്റം പറയാൻ. വീട്ടിൽ അടിയാക്കാനുള്ള റീസൺ ഇതുവരെയും പുറത്ത് വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് ഒന്നും അറിയാതെ ആരെയും കുറ്റം പറയരുത്. ശരിയല്ലേ? കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? നമ്മൾ ഇതിന്റെ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോരുത്തരെയും വന്നിരുന്ന് ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട്. ഇതിനകത്ത് മെയിനായിട്ട് ഞാൻ എടുത്തു പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു എന്റെ വീഡിയോക്കകത്ത്. പ്രവീണിന്റെ ഈ ഒരു കൊച്ചിന്റെ വിഷയം, മൃദുല പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ആ ഒരു സമയത്ത് മൃദുലയ്ക്ക് ഇങ്ങനെ അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മൃദുലയെടുത്ത് ആ ചെയ്തത് വളരെ മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയാണെന്ന് തന്നെ നമ്മൾ എല്ലാവരും എടുത്തു വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും വളരെ വ്യക്തതയില്ല. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി നമുക്ക് അടുത്ത പ്രവീണിന്റെ വീഡിയോ എന്താണെന്ന് കാണാം. അവിടെ പാല് കാച്ചും വിശേഷങ്ങളും ഒക്കെയാണ്. അതും ജസ്റ്റ് ഒന്ന് കാണാം. ഗൈസ് നമ്മുടെ വീട്
ഞാൻ നോക്കിക്കൊണ്ട് ഓടി വന്നൊരാള് ദാ കിടക്കുന്നത്, അത് മലന്ന്. നമ്മളിപ്പോ കിടക്കുന്നത് നമ്മുടെ സ്വന്തം വീട്. എഴുത്തൊക്കെ കഴിഞ്ഞ് ഭയങ്കര ഹാപ്പി. പ്ലെയിനായി കിടക്കുകയാണ്. അപ്പോൾ ഓരോരോ സാധനങ്ങളായിട്ട് വാങ്ങണം. ഇപ്പം എന്തായാലും പാലാച്ച് ഇപ്പോഴൊന്നുമില്ല, കുഞ്ഞിൻ്റെ ചിരണ്ടിട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തായാലും കുഞ്ഞ് ജനിച്ചിട്ട് 27-ാം ദിവസം തന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വാങ്ങാൻ സാധിച്ചതിൽ ഭയങ്കര ദൈവത്തിന്റെ അനുഗ്രഹവും എന്തോന്ന് അറിയത്തില്ല, ഭയങ്കര ഹാപ്പിയാണെന്ന്. ആഹാരം പോലും കഴിച്ചിട്ടില്ല ഇതുവരെയായിട്ട്, കാരണം വിശപ്പൊന്നും ഇല്ല വേറെ ലോകത്താ നമ്മള്. എന്തായാലും ഭയങ്കര സന്തോഷം. ഒരുപാട് ആൾക്കാർ സന്തോഷിക്കുന്നെന്ന് എനിക്ക് മനസ്സിലായി ഈ ഒരു സന്തോഷ വാർത്ത കേട്ടപ്പം. പ്രവീണിന്റെ ഇഷ്യൂസ് എല്ലാം നിങ്ങൾ ആദ്യം തൊട്ടേ ഒന്ന് ആലോചിച്ച് നോക്കണം. പ്രവീൺ ഇതേപോലെ വീട്ടിൽ നിന്ന് പ്രശ്നമായിട്ട് ഇറങ്ങുന്നു, പുറത്തിറങ്ങിയിട്ട് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വരുന്നു. അന്നേരം പ്രവീൺ അവരുടെ എല്ലാവരുടെയും വീഡിയോസ് ഉൾപ്പെടെ എല്ലാ തെളിവുകളും എടുത്ത് പുറത്തു വിടുന്നു. പിന്നെ പ്രവീൺ കുറെ വാടക വീടുകൾ അന്വേഷിച്ച് ദിവസങ്ങളോളം നടക്കുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ഒരു വീടിന് അഡ്വാൻസ് കൊടുക്കുന്നു. പിന്നെ ആ വീട് മേടിക്കുന്നു. എന്തോന്നടേ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നവർക്കൊക്കെ മനസ്സിലാക്കിയോ. എനിവേ എന്തായാലും നല്ലൊരു കാര്യം തന്നെ. എന്തായാലും ആ ഒരു കൊച്ചു ജനിച്ചിട്ട് അവർക്ക് കിട്ടിയ ആദ്യത്തെ ഒരു ഭാഗ്യം എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി നമ്മളായിട്ട് വന്ന് ഇനി കുറ്റമായിട്ടൊന്നും പറയുന്നില്ല. ഇനി ഈ പറയുന്ന വാഴ വ്ളോഗിന്റെ താഴെ വന്ന് കുറച്ച് കമന്റ്സ് ഞാൻ വായിക്കാം. എനിക്കറിയില്ല ആരുടെ ഭാഗത്താണ് ശരിയെന്ന്. പ്രവീണിന്റെ വീഡിയോസ് കാണാനേ തോന്നുന്നില്ല. 2500 ലൈക്ക് ഉണ്ട് ആ ഒറ്റ കമന്റിന്. ഇനി അടുത്തത് തംബ്നെയിൽ കിടു. അപ്പം പഴയ വീഡിയോസിന്റെ തംബ്നെയിൽ കൊച്ചു ആക്കുന്നതാവും, അതേപോലെ ഉണ്ട്. ആ ഒരു കമന്റിന് കൊച്ചു ലൈക്ക് അടിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചോണം, പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ട കുറച്ച് കമന്റ്സുകൾക്ക് മാത്രമാണ് ലൈക്ക് അടിച്ചേക്കുന്നത്. അപ്പം പഴയ വീഡിയോസിനകത്തെല്ലാം ഒരു പക്ഷേ ഈ പറയുന്ന കൊച്ചു ആയിരിക്കാം ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും ഈ പറയുന്ന തംബ്നെയിലും എല്ലാം സെറ്റ് ചെയ്യുന്നതും. കാര്യം ഈ ഒരു വീഡിയോ നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം പ്രവീണിന്റെ വീഡിയോക്കകത്ത് എന്താ വന്ന് പറഞ്ഞത്, എല്ലാം ചെയ്യുന്നത് പ്രവീണാണ്. അങ്ങനെയൊക്കെയുള്ള രീതിയിലായിരുന്നു വന്നിരുന്ന് സംസാരിച്ചത്. അമ്മയുടെ അഭിനയം കൊള്ളാം, ആ വോയിസ് കേട്ടതല്ലേ എല്ലാരും, കഷ്ടം. ഇനി കൊച്ചുവിന് ആരെങ്കിലും പെണ്ണിനെ കൊടുക്കുമോ? അയ്യോ, ഇത് പറഞ്ഞ ആരാണ്? നിമ്മി എന്ന് പറയുന്ന വ്യക്തിയാണ് പറയുന്നത്. കൊച്ചുവിന് ഇനി ആരെങ്കിലും പെണ്ണ് കൊടുക്കുമെന്ന്. ഈ കാര്യം ഇത്രയും ബുദ്ധിയില്ലാത്ത ആൾക്കാരാണ് നമ്മുടെയൊക്കെ നാട്ടിലുള്ളത്. കാര്യം ഈ സ്വന്തം വീട്ടിലെ എന്താണ് പ്രശ്നമെന്നല്ല ഇവർക്ക് നോക്കേണ്ടത്. കാര്യം ആ അമ്മയുടെ അഭിനയം കൊള്ളാം. കാര്യം ഒരു ഉളുപ്പവുമില്ല, ഒരു നാണവും ഇല്ലാതെ അവിടെ വന്നിരുന്ന് വീഡിയോ കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള തോന്നിവാസം പറയുന്നത്. ആ അച്ഛൻ പറയുന്നുണ്ട് പുക്കിൾക്കൊടി ബന്ധം എന്ന് പറയുന്നത് അത് അങ്ങനെ പറിച്ചു മാറ്റാൻ പറ്റുന്ന ഒരു സാധനമല്ല എന്ന് അച്ഛൻ ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ച് കാണുമല്ലോ. അപ്പോൾ ഈ കമന്റ് ഇടുന്ന ആൾക്കാരാണ് ഈ ഒരു സിറ്റുവേഷൻ ഏറ്റവും കൂടുതൽ വേഴ്സ് സിറ്റുവേഷൻ ആക്കി മാറ്റിയത്. പറയാതിരിക്കാൻ വയ്യ. എന്തായാലും കൊള്ളാം. എന്തായാലും രണ്ടുപേരും അടിച്ച് പിരിഞ്ഞ് അവരവരുടെ കാര്യങ്ങളായി പുതിയ കാര്യങ്ങളായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നു. എന്തായാലും ഇനിയെങ്കിലും പോയിട്ട് പേഴ്സണലി ആരെയും പോയി ചീത്ത വിളിക്കാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. കാര്യം അവരവരുടെ രീതിയായിട്ട് ഇനി മുന്നോട്ട് പോട്ടെ. പ്രത്യേകിച്ച് കൊച്ചുവിൻ്റെ കേസ്. കാര്യം പ്രവീണിന് വലിയ ചീത്ത വിളിയൊന്നുമില്ല. കൊച്ചുവിൻ്റെ കാര്യത്തിൽ ഇനിയെങ്കിലും അവനെ വെറുതെ വിടുന്നതായിരിക്കും നല്ലത്. ആ പയ്യൻ്റെ കയ്യിൽ ഒന്നാമത്തെ കാര്യം തെളിയിക്കാൻ തെളിവുകളില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നിരുന്ന ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ പറയണതും ചെയ്യുന്നതൊക്കെ. അല്ല വേറെ അതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.